എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി വർഷം തോറും 2000 രൂപ വീതം കൈപ്പറ്റുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 2025 ഡിസംബർ മാസം 31 പോർട്ടൽ ഓപ്പൺ ആയതാണ്. അതുകൊണ്ട് ഈ ഒരു ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷകൾ നൽകി തുടങ്ങാവുന്നതാണ്. മാത്രവുമല്ല, കർഷകർക്ക് തങ്ങൾക്കുള്ള ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ തിരഞ്ഞെടുത്തവർക്ക് വാങ്ങുവാനും സാധിക്കുന്നതാണ്. ഇതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള സബ്സിഡി ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യക്തിഗത അപേക്ഷകൾക്ക് ഉപകരണങ്ങളുടെ വിലയിൽ 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കുമ്പോൾ കാർഷിക സഹകരണ സംഘങ്ങൾ പോലുള്ള ഗ്രൂപ്പുകളായിട്ടൊക്കെ അപേക്ഷിക്കുകയാണ് എങ്കിൽ 80% വരെ, അതായത് പരമാവധി 8 ലക്ഷത്തോളം രൂപ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളും നിലവിലുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഫീസ് നൽകി ചെയ്യണമെന്നില്ല. ബന്ധപ്പെട്ട കാർഷിക യന്ത്ര വിതരണ ഏജൻസികളെ സമീപിച്ചാൽ അവർ സൗജന്യമായിട്ട് തന്നെ അപേക്ഷകൾ നൽകുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കർഷകന്റെ സ്ഥലത്തിന്റെ നികുതി അടച്ച രസീത്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് ഇതിനായിട്ട് സമർപ്പിക്കേണ്ടത്. ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട യന്ത്രങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രാക്ടറുകൾ, പവർ ഡ്രില്ലുകൾ, പവർ വീഡറുകൾ, അതോടൊപ്പം തന്നെ നെല്ല് കൊയ്ത്തന്ത്രങ്ങൾ, മെതിയന്ത്രങ്ങൾ, ഡ്രോണുകൾ ഇതിന് പ്രത്യേക പ്രോത്സാഹനം നൽകുന്നതാണ്. റോട്ടവറേറ്ററുകൾ, കുഴിയെടുക്കുന്ന യന്ത്രങ്ങൾ ഇവയെല്ലാം ലഭ്യമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PM കിസാൻ ഗുണഭോക്താക്കൾ, ചെറുകിട നാമമാത്ര കർഷകർ, വനിതാ കർഷകർ എന്നിവർക്ക് അപേക്ഷകളിൽ മുൻഗണന ലഭിക്കുന്നതാണ്. മുൻപ് മറ്റേതെങ്കിലും കേന്ദ്ര പദ്ധതി വഴി യന്ത്രങ്ങൾക്ക് സബ്സിഡി കൈപ്പറ്റിയവർക്ക് വീണ്ടും അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.